ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഹൂസ് റൂട്ട്സ് ആർ സൈൻ സ്ക്വയർ 18 ആൻഡ് കോസ് സ്ക്വയർ 36. ഓക്കെ, അപ്പോൾ റൂട്ട്സ് തന്നിട്ടുണ്ട്, നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കിപ്പം ഒരു ഇക്വേഷൻ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ആൽഫ ബീറ്റ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ആൽഫയും ബീറ്റയാണ് അതിൻ്റെ റൂട്ട്സ് എങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിൽ എഴുതാമെന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, റൂട്ട്സ് ആൽഫയും ബീറ്റയും ആണെങ്കിൽ അതിൻ്റെ സം ആയിരിക്കും നമ്മുടെ എക്സിൻ്റെ കോഫിഷ്യൻറ്റ് നെഗറ്റീവ് ഓഫ്. ഓക്കെ, പിന്നെ അതിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മുടെ കോൺസ്റ്റൻറ്റ്. സോ നമുക്കിവിടെ ഓൾറെഡി റൂട്ട്സ് തന്നിട്ടുണ്ട്. ആരൊക്കെയാണ്? സൈൻ സ്ക്വയർ 18 കോസ് സ്ക്വയർ 36. പക്ഷേ നമുക്ക് എന്താണ് അതിൻ്റെ വാല്യൂസ് അറിയില്ല. ഫസ്റ്റ് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഏതാണ്? സൈൻ 18 വാല്യൂ കണ്ടുപിടിക്കാം. സോ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ വരുമ്പോൾ നമ്മൾ ആ ഒരു 18 നമുക്കറിയുന്ന വാല്യൂസ് ഉണ്ട്, ട്രിഗണോമെട്രി 90, 180 അല്ലെങ്കിൽ 45, അതൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ നോക്കാം. സോ 18 എന്ന് പറയുമ്പോൾ നമ്മൾ എ ഇസ് ഈക്വൽ ടു 18 എടുക്കുകയാണെങ്കിൽ 18ൻ്റെ 5 ടൈംസ് ആണ് 90 ഡിഗ്രി വരുന്നത്. സോ എന്താണ്? 5a ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, 5a നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എന്താക്കി എഴുതാം? 2a + 3 എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു എന്താണ്? 90. 2a ഇസ് ഈക്വൽ ടു എന്താണ്? അപ്പം 90 - 3a. ഇതിൽ നമ്മൾ രണ്ട് ഭാഗത്തും സൈൻ അപ്ലൈ ചെയ്യാണ്. ഓക്കെ, സോ സൈൻ 2a ഇസ് ഈക്വൽ ടു സൈൻ 90 - 3a വരും. ഓക്കെ, ഇതിൽ നിന്ന് സൈൻ 90 - θ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് സൈൻ 90 - θ എന്ന് വെച്ചാൽ കോസ് തീറ്റ. ഓക്കെ, സോ ഇത്രയും കിട്ടി. ഇനി നമുക്കറിയാം സൈൻ 2θ അല്ലെങ്കിൽ സൈൻ 2a എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചത്? സൈൻ 2a ഇസ് ഈക്വൽ ടു വാട്ട്? 2 sin a cos a. ഓക്കെ, അതുപോലെ തന്നെ കോസ് 3a നമ്മൾ എന്താ പഠിച്ചത്? 4 cos cube a - 3 cos a. ഓക്കെ, പിന്നെ നമ്മൾ കോസ് എ കോമൺ എടുക്കുകയാണെങ്കിൽ എന്ത് വരും? ബാക്കി ഒരു 4 ഉണ്ടാവും, ഒരു കോസ് സ്ക്വയർ എയും ഉണ്ടാവും, -3. ഓക്കെ, സോ നമുക്ക് LHലും RHSലും കോസ് എ കട്ട് ചെയ്യാം. സോ ഫൈനലി 2 sin a ഇസ് ഈക്വൽ ടു 4 കോസ് സ്ക്വയർ എ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താണ്? 1 ആണ്. സോ കോസ് സ്ക്വയർ എക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 1 - സൈൻ സ്ക്വയർ എ എന്ന് കൊടുക്കാം. സോ 4 × 1 - സൈൻ സ്ക്വയർ എ -3. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. എന്താണ്? 4 × 4 സൈൻ സ്ക്വയർ എ -3. സോ 1 - 4 സൈൻ സ്ക്വയർ എ വരും. സോ നമ്മളെല്ലാം LHSലോട്ട് കൊണ്ടുവരാൻ എന്ത് വരും? ഫൈനലി 4 സൈൻ സ്ക്വയർ എ -2 സൈൻ എ. ഓക്കെ, സോറി, +2 സൈൻ എ. ദെൻ 1 ഇങ്ങോട്ട് വരുമ്പോൾ -1 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്താണ്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടില്ലേ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമുക്കിപ്പം ജസ്റ്റ് എന്താ സൈൻ എക്ക് എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? 4x² + 2x - 1 = 0. നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിയാൽ നമുക്ക് അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ അറിയാലേ. എന്താണ്? x = -b +or -√b² - 4ac/2a ചെയ്താൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. സോ ജസ്റ്റ് വേഗം സ്പീഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? x = -b എന്താണ്? 2 +or -√b² - 4 × a × c. 4 × 4 × -1 അത് -16. സോ -16 കൂടെ വരുമ്പോൾ ഇവിടെ +16 ആവും /2 × a. 2 × 4 എന്താണ്? 8 വരും. സോ -2 +or -√20 വരും. ഓക്കെ, അപ്പോൾ √20 നമുക്ക് എങ്ങനെ എഴുതാം? √20 നമുക്ക് √5 × 4 ഇതല്ലേ, 5 4 20 ആണ്. √5 × 4 നമുക്ക് എന്ത് എഴുതാം? √4 2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ 2 √5 എന്ന് എടുക്കാം. ഓക്കെ, സോ 2 √5 / 8. സോ എല്ലാത്തിനും 2 ഉള്ളതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്താൽ -1 +or -√5/4. ഓക്കെ, സൈൻ 18ൻ്റെ വാല്യൂ എന്താണ്? >0 ആണ്. സോ നമ്മൾ പോസിറ്റീവ് വാല്യൂ മാത്രമേ എടുക്കുന്നുള്ളൂ. സോ നമ്മുടെ എക്സ് എന്ന് വെച്ചാൽ ആരാണ്? സൈൻ എ. സൈൻ എ എന്ന് വെച്ചാൽ നമ്മുടെ എ ആരാണ്? 18. ഓക്കെ, അപ്പോൾ നമ്മുടെ സൈൻ 18 ഇസ് ഈക്വൽ ടു വാട്ട്? √5 + 1. ഓക്കെ, സോറി, √5 - 1/4. ഓക്കെ, ഇതാണ് നമ്മളുടെ എന്ത്? സൈൻ 18ൻ്റെ വാല്യൂ. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ എന്ത് കണ്ടുപിടിക്കാം? സൈൻ 18 നമുക്ക് കോസ് 36 കണ്ടുപിടിക്കാം. കാരണം നമുക്ക് 18ഉം 36 നമ്മൾ 18ൻ്റെ ഡബിൾ ആണ് 36 എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ θ 18 ഡിഗ്രി എടുക്കുകയാണെങ്കിൽ 2θ എന്തായിരിക്കും? 36 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷന് നമുക്കറിയാം കോസ് 2θ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? 1 - 2 സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, സോ കോസ് 2θ വെച്ചാലാണ് കോസ് 36. എന്താണ്? 1 - 2 സൈൻ സ്ക്വയർ തീറ്റ. അതായത് നമ്മുടെ 2 സൈൻ സ്ക്വയർ എന്താണ്?
18 വരും അല്ലേ തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് 2. സൈൻ 18ൻ്റെ വാല്യൂ നമുക്കറിയാം. സോ √5 മൈനസ് 1/4ൻ്റെ എന്ത് വരും സ്ക്വയർ വരും. ഓക്കെ ഒരു ഇൻറ്റു 2 ഉണ്ട്. സോ 1 മൈനസ് 2 ഇൻറ്റു എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താണ് അത് ചെയ്യാം. എ മൈനസ് ബി ഹോൾ സ്ക്വയർ ചെയ്താൽ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ബൈ 4ൻ്റെ എന്താണ് 16 വരും. ഓക്കെ സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ നിങ്ങൾ എന്താണ് ആ 2നെയും 16നെയും 8 ആക്കി കട്ട് ചെയ്ത് 5 + 1 6 വരും. 6 മൈനസ് 2√5/8 വരും. സോ എല്ലാത്തിനും എന്തുണ്ട് 2 കൊണ്ട് കട്ട് ചെയ്ത് ഫൈനലി 1ഉമായിട്ട് നമ്മൾ ജസ്റ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ ആയിട്ട് പ്യുവർ കാൽക്കുലേഷൻ ആണ് അതുകൊണ്ട് ചെയ്യാത്തത് √5 + 1/4 എന്ന് കിട്ടും. എന്ത് cos 36ൻ്റെ വാല്യൂ. ഈ പറഞ്ഞ പോലെ നമുക്കിത് ഒരുപാട് ടൈം എടുക്കും ഇത് ചെയ്യാൻ. സോ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ പറയാം ഈ ഒരു 36ഉം 18ഉം ഒക്കെ നമ്മൾ ട്രിഗണോമെട്രിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സാണ്. സോ ഈ ഒരു വാല്യൂസൊക്കെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. അപ്പോൾ cos 36 എന്ന് പറയുന്ന √5 + 1/4ഉം അതുപോലെ sin 18 √5 - 1/4 ഒക്കെ ഒന്ന് എന്ത് ചെയ്യുക ബൈ ഹാർട്ട് ചെയ്യാം. ഓക്കെ ഇനി നമുക്ക് എന്താണ് നമുക്കപ്പം നമ്മുടെ റൂട്ട്സുകൾ കിട്ടി. റൂട്ട് ഇതല്ല sin സ്ക്വയർ 18ഉം cos സ്ക്വയർ 36ഉം ഇതിൻ്റെയൊക്കെ സ്ക്വയർ ആണ് നമ്മളെ റൂട്ടിൽ. അപ്പോൾ ആൽഫ എന്ന് പറയുന്ന ആരാണ് sin സ്ക്വയർ 18. ഓക്കെ അപ്പോൾ sin 18ൻ്റെ വാല്യൂ നമുക്കറിയാം √5 - 1/4. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കുക. ഓക്കെ അപ്പോൾ a മൈനസ് ബി സെയിം പോലെ ബൈ 2√5 പ്ലസ് ബി സ്ക്വയർ ബൈ 16. ഓക്കെ അതായത് എന്താണ് 6 മൈനസ് 2√5/16 വരും. ഓക്കെ ദെൻ ബീറ്റ എന്താണ് ബീറ്റ എന്ന് പറയുന്നത് cos സ്ക്വയർ 36 ആണ്. അപ്പം cos 36ൻ്റെ വാല്യൂ കിട്ടി ജസ്റ്റ് സ്ക്വയർ ചെയ്യുക അല്ലേ. സോ ഫൈനലി എന്ത് വരും 5 + 2√5 + 1/16 അതായത് 6 + 2√5/16. ഓക്കെ അപ്പം നമ്മുടെ ആൽഫയുടെയും ബീറ്റയും നമ്മുടെ റൂട്ട്സിൻ്റെ വാല്യൂ കിട്ടി. റൂട്ട്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടാക്കാമെന്ന് നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു. സോ എന്തായിരിക്കും നമ്മുടെ ഇക്വേഷൻ x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ അല്ലേ. അതായത് ആൽഫയും ബീറ്റയും കൂടെ ആഡ് ചെയ്യുക. അതായത് എന്ത് വരും 6 - 2√5/16 പ്ലസ് 6 + 2√5/16 പ്ലസ് ആൽഫ ഇൻറ്റു ബീറ്റ. ജസ്റ്റ് അത് മൾട്ടിപ്ലൈ ചെയ്യും. എന്ത് വരും 6 - 2√5/16 ഇൻറ്റു 6 + 2√5/16. ഓക്കെ അങ്ങോട്ടേക്ക് സോറി ഓക്കെ /16 വരും. അത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ അപ്പോൾ ഫൈനലി എന്ത് വരും x² മൈനസ് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എന്താണ് -2√5 + 2√5 പോവും. സോ 6 + 6 എന്താ 12. അപ്പം 12/16 ഇൻറ്റു എക്സ് എന്ന് വരും പ്ലസ് അത് തമ്മിൽ നിങ്ങളൊന്ന് എന്താക്കുക മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുക. ഓക്കെ അതായത് 6 - 2√5/16 ഇൻറ്റു 6 + 2√5/16. അപ്പോൾ മേലെ എന്ത് വരും a - b ഇൻറ്റു a + b എന്ന് പറഞ്ഞ ഫോമിൽ വരും. സോ a² - b² എന്ന് വരും. ഓക്കെ അതായത് 36 - 2√5ൻ്റെ സ്ക്വയർ എന്താണ് 20. ഓക്കെ അപ്പോൾ 36 - 20/16² എന്ന് വരും. ഓക്കെ സോ എന്ത് വരും ഇവിടെ 36 - 20 ഇൻറ്റു 16² എന്ന് വരും. 36ഉം 20 പോയെന്താ 16 ആണ്. സോ 16/16² 1/16 വരും. ഓക്കെ സോ 1/16 ഇസ് ഈക്വൽ ടു വാട്ട് 0. ഓക്കെ അപ്പോൾ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ഇതാണ്. ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് 16ൻ്റെയും 12ൻ്റെയും ടേംസിലൊക്കെയാണ് ഇക്വേഷൻ വരുന്നത്. എല്ലാത്തിലും നമ്മുടെ x² കോഷ്യൻ്റ് ആരാണ് 16 ആണ്. സോ നമുക്ക് നമ്മുടെ ഇക്വേഷന് ഫുള്ളായിട്ട് എന്താക്കാം 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ സോ ഫൈനലി എന്ത് വരും 16x² - 12x + 1 ഇസ് ഈക്വൽ ടു 0. ഒക്കത്തിന് 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സോ നോക്കുകയാണെങ്കിൽ ഏതാണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓക്കെ സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്രയും ലെങ്തി ആവാനുള്ള കാരണം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ആ ഒരു sin 18ഉം cos 36ഉം കണ്ടുപിടിക്കാനുള്ളൊരു സമയമാണ്. സോ നമ്മളത് ഓൾറെഡി ബൈ ഹാർട്ട് ചെയ്താൽ ബാക്കി നമുക്ക് ജസ്റ്റ് ഓക്കെ ഈ ഒരു സ്റ്റെപ്പ് ആയാൽ തന്നെ നമുക്ക് ഫൈനലി പെട്ടെന്ന് എന്ത് കിട്ടും ആൻസർ കിട്ടും. ഓക്കെ സോ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് സം ടു ഇൻഫിനിറ്റി ഓഫ് എ GP ഈസ് ട്വൈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 2 ടേംസ്. ഓക്കെ ദെൻ വാട്ട് ആർ ദ പോസിബിൾ വാല്യൂസ് ഓഫ് ദ കോമൺ റേഷ്യോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് എന്താണ് +or - 1/√2 +or - 1/2 +or - 1/√3 ആൻഡ് +or - 1/3. ഓക്കെ സോ ഇവിടെ എന്താ പറയുന്നത് ഒരു സം ടു ഇൻഫിനിറ്റി ഒരു GPയുടെ സം ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഇസ് ട്വൈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 2 ടേംസ്.
ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇൻഫിനിറ്റി ടേംസ് ഉള്ള ഒരു ജി പിയുടെ സം എങ്ങനെയാണ് കണ്ടുപിടിക്കുക അല്ലേ? എ ബൈ 1 മൈനസ് ആർ. എ എന്ന് വെച്ചാൽ ആരാണ്? നമ്മുടെ ഫസ്റ്റ് ടേം ആണ്. ആർ എന്ന് പറയുന്നത് നമ്മുടെ കോമൺ റേഷ്യോ ആണ്. ഇതെന്താണെന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഇസ് ഈക്വൽ ടു ട്വൈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് ടു ടേംസ്. ട്വൈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് ടു ടേംസ് അല്ലേ? നമുക്കൊരു ജി പിൻ്റെ ടേംസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ടേം എ ആയിരിക്കും, ദെൻ എ ആർ സ്ക്വയർ, അങ്ങനെയാണ് പോകുന്നത്. അപ്പം ഫസ്റ്റ് രണ്ട് ടേംസിൻ്റെ സമ്മിൻ്റെ ഡബിളാണ് നമ്മുടെ എന്താണ്? സം ടു ഇൻഫിനിറ്റി എന്നാണ് പറയുന്നത്. സിമ്പിൾ ആണല്ലോ. ഓക്കെ, സോ എ ബൈ 1 മൈനസ് ആർ ഇസ് ഈക്വൽ, നമുക്കിവിടെ എ കോമൺ എടുത്താൽ എന്തുണ്ടാവും? 1 പ്ലസ് ആർ. ഓക്കെ, സോ എ കട്ടായി കഴിഞ്ഞാൽ ഈ 1 മൈനസ് ആറിന് അങ്ങോട്ട് കൊണ്ടുപോയി 2ന് ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ 1/2 ഇസ് ഈക്വൽ ടു 1 മൈനസ് ആർ ഇൻറ്റു 1 പ്ലസ് ആർ. അതായത് എന്താണിത്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. വാട്ട്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഓക്കെ, സോ ആർ സ്ക്വയറിന് ഇങ്ങോട്ട് കൊണ്ടുവന്നു, 1/ന് അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 മൈനസ് 1/2, അതായത് 1/2. സോ ആർ ഈക്വൽ ടു വാട്ട്? പ്ലസ് ഓർ മൈനസ് 1/√2. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? നമ്മൾ ചോദിച്ചിരിക്കുന്ന കോമൺ റേഷ്യോ ആണ്. ജസ്റ്റ് തന്നിരിക്കും തന്നെ നമുക്ക് ആറിനെ ഡിറൈവ് ചെയ്ത് വന്നിട്ട് ഫൈനലി എന്ത് കിട്ടും? 1/√2 അല്ലേ? പ്ലസ് ഓർ മൈനസ് 1/√2. സോ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓക്കെ, സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ഈസ് എൻ ഇൻവേർട്ടബിൾ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ദെൻ എ ഇൻവേഴ്സ് ഈസ് എ. ഓക്കെ, നമ്മൾ പറയുന്നുണ്ട് എ എന്ന് പറയുന്ന ഒരു ഇൻവേർട്ടബിൾ ആയിട്ടുള്ള സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പം നമ്മൾ എന്താണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്? സിമെട്രിക് മെട്രിക്സിന് എല്ലാവർക്കും അറിയാം. സോ എന്താണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്? അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് സിമെട്രിക് എന്താ പറയാം അല്ലേ? ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ സെയിം മെട്രിക്സ് തന്നെ കിട്ടുവാണെങ്കിൽ, ഓക്കെ, അതിൻ്റെ ട്രാൻസ്പോസും ആ ഒരു മെട്രിക്സും ഈക്വൽ ആണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് സിമെട്രിക് മെട്രിക്സ്. സോ അപ്പോൾ എന്താണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളൊരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ ആ മെട്രിക്സിൻ്റെ നെഗറ്റീവിന് ഈക്വൽ ആവുകയാണെങ്കിൽ, ഓക്കെ, അതായത് ആ മെട്രിക്സിൻ്റെ നെഗറ്റീവും അതിൻ്റെ ട്രാൻസ്പോസും ഈക്വൽ ആവുകയാണെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? എ എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ എ എന്താണ്? അത് സ്ക്യൂ സിമെട്രിക് ആണെന്ന് എഴുതി. അതെന്താണ്? അത് ഇൻവേർട്ടബിൾ ആണെന്ന് പറയുന്നുണ്ട്. സോ നമ്മൾ എന്താണ്? ഇത് രണ്ട് ഭാഗത്തും അതിൻ്റെ ഇൻവേഴ്സ് അപ്ലൈ ആണ്. രണ്ട് ഇൻവേർട്ടബിൾ ആയതുകൊണ്ട് നമ്മൾ രണ്ടിൻ്റെയും ഇൻവേഴ്സ് എടുക്കുകയാണ്. ഓക്കെ, എ ട്രാൻസ്പോസ് ഇൻവേഴ്സും മൈനസ് എയുടെ ഇൻവേഴ്സും. നമ്മൾ ഇൻവേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചൊരു പ്രോപ്പർട്ടിയാണ്. എന്താണ്? എയുടെ ട്രാൻസ്പോസ് അല്ലേ? എ ട്രാൻസ്പോസിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്തിന് ഈക്വൽ ആണ്? എ ഇൻവേഴ്സിൻ്റെ ട്രാൻസ്പോസിന് ഈക്വൽ ആണ്. നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. എന്ത്? എ ട്രാൻസ്പോസിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എ ഇൻവേഴ്സിൻ്റെ ട്രാൻസ്പോസ് എടുത്താലും മതി, രണ്ടും ഈക്വൽ ആണെന്ന്. സോ നമ്മളിവിടെ എ ട്രാൻസ്പോസിൻ്റെ ഇൻവേഴ്സിന് പകരം എന്ത് കൊടുക്കുകയാണ്? എ ഇൻവേഴ്സ് റേസ് ടു ട്രാൻസ്പോസ് എന്ന് കൊടുക്കുകയാണ്. ഇവിടെ അതുപോലെ തന്നെ മൈനസ് എ ഇൻവേഴ്സ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, മൈനസ് എ ഇൻവേഴ്സിനെ മൈനസ് ഇൻറ്റു എ ഇൻവേഴ്സ് എന്നുള്ള രീതിയിൽ എഴുതുകയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത്? ഇവിടെ ഇപ്പോൾ നമ്മൾ ഫൈനലി എന്താ എഴുതിയത്? എ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ ഇൻവേഴ്സിൻ്റെ നെഗറ്റീവിന് ഈക്വൽ ആണ്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത് അല്ലേ? സ്ക്യൂ സിമെട്രിക്കിൽ എന്താ? ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസും അതിൻ്റെ നെഗറ്റീവും ഈക്വൽ ആണ്. സോ ഇവിടെ എന്താണ്? എ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ്, അതിൻ്റെ ട്രാൻസ്പോസും അതിൻ്റെ നെഗറ്റീവും തമ്മിൽ ഈക്വൽ ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഇവിടെ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഒരു സ്ക്യൂ സിമെട്രിക് ആണെന്ന് പറയാം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്നുമില്ല, ഈ ഒരു ഫോമിലായാലാണ് നമുക്ക് എന്ത്? സ്ക്യൂ സിമെട്രിക്. സോ ഇവിടെ എ ഇൻവേഴ്സ് ആ ഒരു ഫോമിലായി. സോ ആൻസർ എന്താണ് വരിക? ഓപ്ഷൻ ബി ആണ് വരിക. എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ഇഫ് ദ മീൻ ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ബി 11 ദെൻ n ഈസ് ഈക്വൽ ടു. സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ്? n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ മീൻ അല്ലേ? മീൻ എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പോൾ അത് നമുക്ക് ആദ്യം n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് എങ്ങനെ എഴുതുക? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ അപ് ടു എത്രയാണ്? n നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട് അല്ലേ? അതായത് അപ് ടു n സ്ക്വയർ. ഈ ഒരു സമ്മിൻ്റെ മീൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഡിവൈഡ് ബൈ n ചെയ്യും അല്ലേ? അത് എത്രയാണ് തന്നിട്ടുണ്ട്? മീൻ 11 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ കൺഫ്യൂഷനൊന്നും ഇല്ലല്ലോ. ഇനി നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1/6. ഇതാണ് നമ്മളുടെ ന്യൂമറേറ്ററിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ്? ഇവിടെ ഒരു ഓൾ ഡിവൈഡ് ബൈ n ഉണ്ട്. സോ അതിവിടെ എഴുതി. ഓക്കെ ആണല്ലോ? ഇസ് ഈക്വൽ ടു 11. n കട്ട് ചെയ്ത് പോയി. ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എന്ത് വരും? 2n സ്ക്വയർ പ്ലസ് 3n പ്ലസ് 1 ഇസ് ഈക്വൽ ടു 66. ഓക്കെ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. സോ ഫൈനലി 2n സ്ക്വയർ പ്ലസ് 3n മൈനസ് 65 ഇസ് ഈക്വൽ ടു 0.
അപ്പോൾ ഇക്വേഷൻ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്താ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ നേരിട്ട് ഇതിൽ നിന്ന് നമ്മുടെ സാധാ പോലെ എന്താ -b +or- ഇക്വേഷൻ ഉപയോഗിച്ച് എന്നിൻ്റെ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഓപ്ഷൻസ് ഉണ്ടാവും, ഓപ്ഷൻസിൽ വാല്യൂസ് ഇട്ട് കൊടുത്താലും മതി. നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ n എന്താണ് -b +or- √b² -4 × 2 × 65 ആണ്. 4 × 2 എന്താണ് 8 ആണ്. 8 × 65 എന്ന് പറയുമ്പോൾ 65 × 8 520. -4ac ആകുമ്പം ഒരു മൈനസ് വന്ന് പ്ലസ് ആവും /2a എന്ന് പറയുമ്പോൾ 4. സോ n = വാട്ട് -3 +or- √529/4. അപ്പോൾ √529 എത്രയാണ് 23. അപ്പോൾ -3 +or- 23/4 വരും. നമുക്കറിയാം ഒരിക്കലും എന്നിൻ്റെ വാല്യൂ നെഗറ്റീവ് ആവത്തില്ല. n എന്ന് പറയുന്നത് എത്ര നമ്പേഴ്സ് ഉണ്ട് അത് നെഗറ്റീവ് ആവത്തില്ല. സോ എന്താണ് നമ്മൾ പ്ലസ് എടുക്കുകയാണ്. സോ 23 - 3 20 / 4 എന്ത് വരും 5 വരും. അപ്പോൾ നമ്മുടെ ഫൈനലി നമ്മുടെ എന്നിൻ്റെ വാല്യൂ എന്താണ് 5 ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഇക്വേഷനിൽ 5 നമ്മൾ ഓപ്ഷൻ ഇട്ട് കൊടുത്താലും മതി. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി എളുപ്പം. സോ എന്താണ് ഫൈനൽ ആൻസർ നമ്പർ ഓഫ്. അപ്പോൾ എത്ര ഫസ്റ്റിലെ 5 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മിൻ്റെ ആവറേജ് ആണ് എന്തെന്ന് പറയുന്നത് 11 എന്ന് പറയുന്നത്. ആണല്ലോ. 10x -12y + 51 = 0 and the line 3y + x = 3. സോ ഒരു സർക്കിൾ ഉണ്ട്, സർക്കിൾ ഇക്വേഷൻ തന്നിട്ടുണ്ട്. സോ ഒരു ലൈൻ തന്നിട്ടുണ്ട്, ലൈൻ്റെ ഇക്വേഷൻ. അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ പോയിൻ്റ് ആവാം അല്ലെങ്കിൽ ഇതാവാം. സോ നമ്മുടെ ആ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് എക്സും വൈ അല്ലേ, XY കോർഡിനേറ്റ് ഉണ്ടാവും. ഈ എക്സും വൈ ആ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ രണ്ട് ഇക്വേഷൻ എന്തായിരിക്കണം ഒബേ ചെയ്യുന്നതായിരിക്കണം അല്ലേ, കാരണം അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ്. അപ്പോൾ നമുക്കറിയാം ഈ ലൈനിൻ്റെ ഇക്വേഷൻ എന്താ തന്നിരിക്കുന്നത് 3y + x = 3 എന്നാണ് തന്നിരിക്കുന്നത്. സോ നമ്മുടെ കോർഡിനേറ്റ് ഈ ഒരു ഇക്വേഷൻ ഒബേ ചെയ്യണം. സോ വളരെ സിമ്പിളായിട്ട് ഇതെങ്ങനെ ചെയ്യുക വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒന്ന് ഇതിൽ പുട്ട് ചെയ്ത് കൊടുക്കാം. ഇതിലത്തെ എക്സിൻ്റെയും വൈ കോർഡിനേറ്റ്സിൻ്റെ വാല്യൂ ഇതിൽ എക്സും വൈ ഇട്ട് കൊടുത്തിട്ട് നമ്മളെ ഇക്വേഷൻ ഒബേ ചെയ്യുന്നുണ്ടോ ചെക്ക് ചെയ്താൽ മാത്രം മതി. സോ നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. അവിടെ എന്താണ് x = -6 y = 3 ആണ്. സോ ഇവിടെ എന്താ 3 × y എന്താ 3 + x എന്താണ് -6. സോ എന്ത് വരും 9 - 6 3. അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ചെയ്തപ്പോൾ എന്ത് കിട്ടി, ഈ നമ്മുടെ -6ഉം 3 എന്ന് പറയുന്ന കോർഡിനേറ്റ്സ് ഈ ഒരു ഇക്വേഷൻ ഒബേ ചെയ്യുന്നുണ്ട്. സോ ആൻസർ എന്താണ് ഓപ്ഷൻ എ. ഇനി നിങ്ങൾക്ക് ഇനിയും ഡൗട്ട് വരാണ്, ഒരു കൺഫ്യൂഷൻ വരാണ് വിചാരിച്ചു ഇങ്ങനെ ചെയ്ത് കിട്ടിയാലും ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്താക്കാം, നമ്മുടെ ഈ ഒരു ഇക്വേഷനിൽ വേണമെങ്കിൽ ഇതൊന്നിട്ട് ചെക്ക് ചെയ്യാം. അവിടെയും കറക്റ്റ് വരുന്നുണ്ടോ നോക്കാം. കാരണം എക്സ് എന്താണ് -6 ആണ്. -6ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 36 + y², y എന്ന് പറയുമ്പോൾ 3 ആണ്, 3² 9 + 10 × -6 എന്ന് പറയുമ്പോൾ -60 -12 × y അല്ലേ, 12 × 3 എന്ന് പറയുമ്പോൾ എത്രയാണ് 36 + 51 = 0 കിട്ടുന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി. +36ഉം -36ഉം പോയി, -60 + 9 എന്താണ് -51, -51ഉം +51ഉം പോയാൽ 0. നിങ്ങൾക്ക് ജസ്റ്റ് ഓപ്ഷൻ ഇങ്ങനെ അതാ പറയുന്നത്. ഇതുപോലെ സിമ്പിളായിട്ടൊക്കെ വരികയാണെങ്കിൽ നമ്മൾ കൂടുതൽ തല പോലെ ആലോചിക്കേണ്ട, ജസ്റ്റ് ഓപ്ഷൻസ് എന്താ ആ വാല്യൂസ് ആ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. ഒന്നുകൂടെ ഡബിൾ ചെക്ക് ചെയ്യണമെങ്കിൽ മറ്റേ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. കാരണം എന്താണ് ഇൻ്റർസെക്ഷൻ പോയിൻ്റ് ആണ്. സോ രണ്ട് ലൈൻ ആയാലും സർക്കിളിൻ്റെ ആയതിൻ്റെയും രണ്ടിൻ്റെയും ഇക്വേഷൻ ആ പോയിൻ്റ് ഒബേ ചെയ്യണം. സോ സിമ്പിൾ ആണല്ലോ. സോ ആൻസർ എന്ത് വരും ഓപ്ഷൻ എ.